സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് എങ്ങനെയാണ് റഷ്യയിലെത്തിയത്? അസദിന്റെ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? വിമാനത്തിന് നേരെ ആക്രമണമുണ്ടായോ? വിമാനം എങ്ങനെയാണ് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്? ഒരു അപസർപ്പക കഥയെ വെല്ലുന്നതായിരുന്നു അസദിന്റെ സിറിയയിൽ നിന്നുള്ള പലായനം. സിറിയയിൽ വിമതർ ആധിപത്യം സ്ഥാപിച്ചതോടെ അസദ് രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. 59-കാരനായ ബാഷർ എങ്ങനെയാണ് രാജ്യം വിട്ടത് എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയുണ്ടായിരുന്നില്ല. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് ഞായറാഴ്ച വിമാനം കയറിയ അദ്ദേഹം അജ്ഞാതമായ ഒരിടത്തേക്ക് പോകുകയാണെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട്. തലസ്ഥാനം വിമതർ പിടിച്ചെടുത്തെന്ന വാർത്ത പുറത്തു വന്ന അതേ സമയത്താണ് ബാഷർ അൽ അസദിനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഡമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത്. ബാഷർ അൽ അസദിന് സ്വാധീനമുള്ള സിറിയൻ തീരപ്രദേശത്തേക്കാണ് വിമാനം ആദ്യം നീങ്ങിയത്. ഇവിടെ റഷ്യയുടെ 2 സൈനിക താവളങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പൊടുന്നനെ യു-ടേൺ എടുത്ത് തിരികെ പറന്ന വിമാനം എതിർദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ട്രാക്കിംഗ് ഭൂപടങ്ങളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു. വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തതാണോ അതോ വിമതർ വിമാനം വെടിവെച്ചിട്ടതാണോ എന്ന ആശയക്കുഴപ്പത്തിന്റേതായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകൾ. ആരെല്ലാമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ലായിരുന്നു. 12 മണിക്കൂറുകൾക്ക് ശേഷം ബാഷർ അൽ അസദ് കുടുംബസമേതം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നു. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ റഷ്യ അസദിന് രാഷ്ട്രീയ അഭയം നൽകിയതായുള്ള സ്ഥിരീകരണവും പിന്നാലെ വന്നു. വിയറ്റ്നാമിലെ റഷ്യൻ അംബാസഡറായ മിഖായേൽ ഉല്യനോവാണ് തന്റെ ടെലഗ്രാം ചാനലിലൂടെ ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. വർഷങ്ങളായി അസദ് ഭരണകൂടത്തെ നിലനിർത്തിയത് റഷ്യയാണ്. അസദിന് റഷ്യ രാഷ്ട്രീയ അഭയം നൽകുമെന്ന് വ്യക്തമായിരുന്നു. ഒരു ദിവസം മുഴുവൻ അസദിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിറിയയിലെ പ്രതിപക്ഷ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അസദിന് റഷ്യ രാഷ്ട്രീയ അഭയം നൽകിയത്. അതിനുശേഷമാണ് അസദ് ഭരണകൂടത്തെ വർഷങ്ങളായി നിലനിർത്തിയ റഷ്യ അസദ് മോസ്കോയിലെത്തിയ വിവരം പുറത്തുവിട്ടത്. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളും നയതന്ത്ര സ്ഥാപനങ്ങളും ആക്രമിക്കില്ലെന്ന ഉറപ്പ് വിമതരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.